ഹായ് ഫ്രണ്ട്സ്, പ്രിയ സൻശ്രീ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവരെല്ലാം വന്ന് എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്നാണോ നിങ്ങൾ നോക്കുന്നത്? ഇതാ നമ്മൾ കുറഞ്ഞ ചിലവിലെന്ന് വെച്ചാൽ തീരെ കുറഞ്ഞ ചിലവിൽ ഇവർക്ക് ഒരു കൂട് നിർമ്മിച്ചു. ഇവർക്ക് ഓൾറെഡി കൂടുണ്ട്. ഇത് നമ്മൾ കോമ്പൗണ്ട് തിരിച്ചിരിക്കുകയാണ്. കാരണം ഇവരെ പുറത്തേക്ക് വിടാൻ പറ്റത്തില്ലെന്ന്. ഇവരെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഇവർ വന്ന് എൻ്റെ ചെടികളും പച്ചക്കറി, ഇപ്പോൾ ചീരയുടെയൊക്കെ സീസണല്ലേ ചീരയെല്ലാം നട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ തൊട്ടടുത്ത് കിണറാണ്. ഇവർ പറന്ന് കിണറ്റിൽ ചാടുക. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ദാ അവർക്കുള്ള പിണ്ടിയൊക്കെ ആയിട്ട് അമ്മ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ പറന്ന് കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. എന്തായാലും കിണറെല്ലാം കോരി ഉറയ്ക്കേണ്ട വന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തെന്നറിയാമോ? കുറഞ്ഞ ചിലവിൽ, ഏറ്റവും കുറഞ്ഞ ചിലവിലെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ദാ ഇങ്ങനെ ഇവിടെ ബോർഡർ തിരിച്ചു. ഇപ്പോൾ ഇവരെ ദാ ഇതുപോലൊരു കോമ്പൗണ്ട് തിരിച്ച് ഇങ്ങനെ കെട്ടിയേക്കുണ്ട്. ഇനി ഇതുകൊണ്ട് അപ്പുറത്തേതുകൊണ്ട് ആ സൈഡിലൂടെ ചിലപ്പോൾ പറന്ന് അപ്പുറത്തോട്ട് അവരുടെ വീടിൻ്റെ പോയേലോ എന്ന് പേടിച്ചിട്ട് അവിടെ കൂടെ പച്ച വല ഇങ്ങനെ വലിച്ചു കെട്ടണം. ദാ ഇങ്ങനെ കോമ്പൗണ്ട് തിരിച്ച് കെട്ടിയിടുമ്പോൾ നമുക്ക് വലിയൊരു ഉപകാരമുണ്ട്. ഇവർക്ക് ഇവിടെ നിൽക്കത്തേ ഉള്ളൂ, ഇവർ ഒരിക്കലും പുറമേ പോകില്ല. അപ്പം ഞങ്ങളിങ്ങനെ പോച്ച, അതുപോലെ തന്നെ പിണ്ടി, ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതൊക്കെ തിന്നും എടുത്തും ഒക്കെ ഇങ്ങനെ നിൽക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ തൂങ്ങി നിൽക്കുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വന്ന വഴിക്കാണ് ഇദ്ദേഹം തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. ഇദ്ദേഹത്തിന് ഇനിയും എന്തെങ്കിലും മരുന്ന് കൊടുക്കണം. എന്താണോ മാഷേ നിങ്ങൾ തൂങ്ങി നിൽക്കുന്നത്? എന്ത് പറ്റി? ഓയ്, അപ്പം ഒരാളിങ്ങനെ തൂങ്ങി നിൽക്കുന്നു. ഇനി മരുന്നൊക്കെ കൊടുത്ത് ശരിയാക്കി എടുക്കണം. ഈ പുറത്ത് പോയി അഴുക്ക് വെള്ളമോ അതും ഇതുമെല്ലാം നമ്മൾ വെക്കുന്ന അല്ലാതെ കുടിക്കുമെന്നേ അങ്ങനെ സംഭവിച്ചാൽ. അപ്പം ഈ പ്ലാസ്റ്റിക്കാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പ്ലാസ്റ്റിക്കിന് രൂപ 200 രൂപ കണ്ടേ മീറ്ററിന്, വലിയ വിലയൊന്നുമില്ല. അതുപോലെ നമ്മൾ 4 ട്യൂബ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ 4 ട്യൂബ് എടുത്തിട്ടുണ്ട്. ഇതിനാണ് ഇത്തിരി വിലയായത്. അല്ലാതെ വില കുറഞ്ഞ എല്ലാ രീതിയിലുണ്ട്. ആ പച്ച നെറ്റൊക്കെ ആണെങ്കിലും അതിനും വില കുറവാണ്. ഇവർ ഈ കോമ്പൗണ്ടിൽ തന്നെ ഇത്രയും ഇട്ടാവട്ടത്ത് ഇവരിങ്ങനെ കിടന്നോളും. അപ്പം ഇവർക്കൊരു കൂടുവായി. പകൽ സമയത്ത് നമുക്കിപ്പോൾ രാത്രിയിലാണെങ്കിലും നമുക്കിവിടെ ഇവരെ ഒരു ദിവസം കയറ്റി കൂട്ടിനകത്ത് കൂട് അടച്ചില്ലെങ്കിലും ഒന്നും വിഷയമില്ല. ഇതിനകത്ത് പട്ടിയും പൂച്ചയൊന്നും എന്ന് വെച്ചാൽ പട്ടിയൊന്നും പെട്ടെന്ന് കയറി വരത്തില്ല. പള്ളിത്താക്കാനെ പട്ടിയൊന്നും അങ്ങനെ പെട്ടെന്ന് കയറി വന്ന് അറ്റാക്ക് ചെയ്യില്ല. അഥവാ നമ്മൾ കൂട് അടച്ചില്ലെങ്കിലും ഇവർ കൂട്ടി കയറിയിരിക്കും. ഇവരുടെ കൂടും ഇവിടെ അടുത്ത് തന്നെ കണ്ടേ, ഇങ്ങനെ 2 കള്ളിയിലുള്ള ഒരു കൂടാണ്. ഇതെല്ലാം ഞാൻ ഇവിടെ പണിത് മേടിക്കുന്നതല്ല, ഞാൻ ഇവിടെ തന്നെ പണിക്കാരെ നിർത്തി ചെയ്യിച്ചെടുക്കുന്നതാണ് എൻ്റെ ഇഷ്ടത്തിന്. ഇത് കണ്ടോ. അപ്പം ഈ കൂടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നേരത്തെ എന്ന് വെച്ചാൽ ഇതൊരു പഴയ കൂടി ഞാൻ വീണ്ടും റിപ്പയർ ചെയ്തെടുത്ത കൂടാ കേട്ടോ. ഇത് 2 കള്ളിയായിരുന്നു. ഇവിടുന്ന് കണ്ടോ, ഇവിടുന്ന് പാർട്ടീഷനായിരുന്നു. ഇവിടുന്ന് ഇത് പാർട്ടീഷൻ ചെയ്തേക്കായിരുന്നു. ഇവിടുന്ന് കാണാൻ പറ്റും. ഇവിടുന്ന് ഈ കമ്പിയേന്ന് ഒരു കൂടി, ഈ സെക്ഷൻ ഒരു കൂടായിട്ടും ഈ സെക്ഷൻ ഒരു കൂടായിട്ട് 2 കൂടായിരുന്നു. എനിക്ക് പിന്നെ അതങ്ങോട്ട് ബോധിച്ചില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ ഇടയ്ക്കത്തു നിന്നുള്ള ഇത് മാറ്റി കൊടുത്തിട്ട് ഇത് ഒരു പുതിയ ഒറ്റ ഹാളാക്കി മാറ്റി. ഇവിടെ ഇത് കണ്ടോ, ഇവിടെ 2 ഹാളുണ്ട്. അങ്ങനെ, അതായത് ഇവിടെ ഒരു പൂവൻ, ഇവനെ ഒരു വിധത്തിൽ അഴിച്ചു വിടാൻ പറ്റത്തില്ല. ഇവനെ അഴിച്ചു വിട്ടാൽ ഇവർ മറ്റു കോഴികളെ, മറ്റു പൂവന്മാരെ നിർത്തത്തില്ല. ഭയങ്കര ശല്യം. അവനെ ഇച്ചിരി മുതുക്കെന്ന് വെച്ചാൽ ഇവന് ഇച്ചിരി പ്രായമായിട്ടുണ്ട്. ആ പ്രായമായതിൻ്റെ എല്ലാ വഷളത്തരങ്ങളും ഉണ്ട്. അപ്പോൾ ഇവനെ ഞാൻ ഓർത്ത് ശിവരാത്രിക്ക് ഈ അമ്പലത്തിലേക്ക് കൊടുക്കാൻ കരിങ്കോഴികളെ ആവശ്യമുള്ളവർ വരുമല്ലോ, അങ്ങനെയുള്ളവർക്ക് കൊടുക്കാം. എനിക്ക് കൊടുക്കാനും വീട്ടിൽ കൊല്ലാനും ഒരു മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ആരെങ്കിലും വരുവാണെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇവനെ തീറ്റയും വെള്ളമൊക്കെ കൊടുത്ത് ഇവനെ ഒറ്റയ്ക്ക് ഈ ഒരു കൂട്ടിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ കൂടിൻ്റെ വിശേഷങ്ങൾ ബാക്കി പോകാം. എന്നും കോഴികളുടെ വിശേഷമല്ല. ഇതുണ്ടോ, ഇവിടെ ഒരു ഹാളായിട്ട് തിരിച്ചിട്ടുണ്ട്. അഥവാ എനിക്ക് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഇടാനൊക്കെ ആയിട്ട് ഇവിടെ ഒരിത്. അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു ഇച്ചിരി ടൈറ്റാണ്, ഞാനിതങ്ങനെ എടുക്കാത്തോട് ഇച്ചിരി ടൈറ്റ്. ഇവിടെയും ഒരു ഇതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കട്ടിയുള്ള കമ്പിയും കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിനകത്ത് ഞാൻ ഇടയ്ക്ക് താറാവുകളെ പിടിച്ചിടും. അപ്പോൾ താറാവുകളെ പിടിച്ചിടുമ്പോൾ അവർ ഇത് താഴോട്ട് മുട്ടയിട്ടൊന്നും പോവാതിരിക്കാനും വലിയ ഇതായിട്ടിരിക്കാനും അവർക്ക് കുറച്ച് പേരുണ്ട്. അവരപ്പോൾ ബലത്തിൽ നിന്നോട്ടെ എന്ന് കരുതിയാണ്. അമ്മ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് പിണ്ടിയൊക്കെ കൊണ്ടിട്ട് കൊടുത്തു. അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്നത്, അവരെ എൻഗേജ്ഡ് ആയിട്ട് നിർത്തണം. ഇവർക്ക് ഇവിടുന്ന് പറക്കാനോ, ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പറക്കും. മറ്റേ നെറ്റ് പച്ചവല വാങ്ങിച്ച് കിട്ടിയപ്പോഴും ഇവർ പറക്കുമായിരുന്നു. പച്ചവല വാങ്ങിച്ച് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ട്. അത് തന്നെയല്ല, വലക്കിടയ്ക്കൂടെ എല്ലാം ഇവർ ഞൊഴഞ്ഞിറങ്ങും. ഭയങ്കര ശല്യമായിരുന്നു. കിണറ്റിൽ ചാടി ആത്മഹത്യ വരെ ചെയ്യുന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് ഞാൻ ഇവരെ ഈ പരുവത്തിലാക്കിയത്. എന്തായാലും ഈയിടെ കുറേ പേരെ കൊടുത്തു നമ്മൾ കേട്ടോ. കുറച്ച് പേരെ കൊടുത്ത് ഒഴിവാക്കി ഇങ്ങനെ എല്ലാം പോകുന്നു. ഇവരെ കുറച്ച് പേരെ കൊടുത്ത് എന്താണെന്ന് ചോദിച്ചാൽ കൊടുത്തിട്ട് പുതിയ ആൾക്കാരെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ കുറച്ച് പേരെ കൊടുത്തു. അപ്പോൾ കൂടിൻ്റെ വിശേഷങ്ങൾ ബാക്കി അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പപ്പിക്കൂടുണ്ട്. റൂസി അതിനകത്തിലുണ്ട്. ഇതൊക്കെ നമ്മൾ തന്നെത്താനെ ആൾക്കാരെ നിർത്തി ചെയ്യിക്കുന്നതാണ് കേട്ടോ. ആൾക്കാരെ നമ്മൾ സാധനം എടുത്തു കൊടുത്തു പണിക്കാരെ നിർത്തി. ഞങ്ങളുടെ അനുവേണ്ട ഒരു കൂട്ടുകാരൻ പയ്യനുണ്ട്, അവൻ തന്നെ വന്ന് വലിയ ചിലവ് കുറഞ്ഞു. അപ്പം നമ്മൾ തന്നെ ചെയ്യുമ്പോൾ വലിയ ചിലവ് വരത്തില്ല. നമ്മളൊരു പണിക്കാരുടെ കയ്യിൽ ഓർഡറായിട്ട് കൊടുക്കാമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും നിൽക്കത്തില്ല. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനവും വാങ്ങിക്കൊടുത്ത് നമ്മളൊരു ഇച്ചിരി പൈസ, അത് എമൗണ്ട് ഞാൻ പറയണോ, അവനെ അനുവേണ്ട കൂട്ടുകാരനാണ്. അതുകൊണ്ടാണ് അവനെ ഞങ്ങളോട് കുറച്ച് മേടിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അനുവേണ്ട കൂടെ കൂട്ടുകാരനെന്ന് പറയാൻ പറ്റത്തില്ല, അനുവേണ്ട ഒരു അനിയൻ കൊച്ചിനെ പോലാണ് അവന്. അപ്പം അത് നമ്മളോട് അധികം പൈസ അങ്ങനെ മേടിക്കത്തില്ല.
അതുകൊണ്ടൊക്കെയാണ് എനിക്കിങ്ങനെ നിർമ്മിക്കാൻ പറ്റുന്നത്. എന്നാലും അവന് ന്യായമായ കൂലി നമ്മൾ കൊടുക്കും കേട്ടോ, പൈസ മേടിക്കില്ലെന്നൊന്നും പറഞ്ഞാലും. ഇവിടെ നമ്മുടെ ആട്ടുംകൂടൊക്കെ ആടിനെ എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പം ആട്ടുംകൂടും നമ്മളിപ്പം കോഴിക്കൂടാക്കി മാറ്റി. അങ്ങനെ എല്ലാം ഒരു നമ്മൾ എന്താ പറഞ്ഞേ, ഒരു അഡ്ജസ്റ്റ്മെന്റ്. നമ്മൾ ഒത്തിരി കൈക്കാശ് മുടക്കി കോഴിയെ വളർത്താൻ നിൽക്കുന്നതിനേക്കാളും ഇതുപോലുള്ള അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയിൽ നമ്മൾ ഓരോന്ന് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പൗണ്ട് ഇതുപോലെ തിരിച്ചൊന്ന് കെട്ടിക്കൊടുക്കുവാണെങ്കിൽ, അതായത് ഇവർ ഇങ്ങനെ ഈ കോമ്പൗണ്ട് നമ്മുടെ കോമ്പൗണ്ടിനുള്ളിൽ നിർത്തണം. അല്ലാതെ ഇവർക്ക് എന്നാലേ ഇവർ പുറത്ത് അഴിഞ്ഞു നടക്കുകയാണ്, പക്ഷെങ്കിൽ ഇവരൊരു കൂട്ടിലുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഇവർ സത്യം പറഞ്ഞാൽ ഇവർ അഴിഞ്ഞു നടക്കുകയാണ്, ഇവരൊരു കൂട്ടിലുമാണ് കിടക്കുന്നത്. നമ്മൾ പണ്ട് ഈ എന്താ പറഞ്ഞേ ഫോറിനേഴ്സ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഇവർ ഇവർ നോക്കുമ്പോൾ ഇവർ അഴിഞ്ഞ് അവരുടെ സർവ്വസ്വാതന്ത്ര്യത്തിൽ ഇങ്ങനെ നടക്കുക. ഇവരെ കൂട്ടിലിട്ടേക്കുന്നതായിട്ടോ ഒന്നും അവർക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷെങ്കിൽ ഇവർ കൂട്ടിലാണ് കിടക്കുന്നത്. അത് നമുക്ക് മാത്രം അറിയാവുന്ന ഒരു സത്യാവസ്ഥയല്ലേ? ഇവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര നാശം കാണിക്കുന്ന കൃഷിയെല്ലാം നമ്മുടെ നശിപ്പിച്ച് തരും. അതുപോലെ തന്നെ ഇനി എനിക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിനായിട്ട് ചെയ്യേണ്ടത് കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ് മുട്ട മേടിക്കണം. എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്, ഇത് ആദ്യം ഞാനൊരു വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. വേണ്ട, അത് പറയുന്നില്ല. എന്തിനാണ് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് മുട്ട മേടിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല ഈ വീഡിയോക്കകത്ത്. നമ്മുടെ കൂടുകളുടെ കാര്യങ്ങൾ മാത്രം നടക്കട്ടെന്ന്. കൂടിൻ്റെ അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ, അത് ഏറ്റവും ചെറിയ രീതിയിലുള്ള സാഷ ഇങ്ങനെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ കുറ്റിയിടാൻ ലോക്ക് ഇട്ടിട്ടില്ല കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. അങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടിയിൽ ചെയ്തിരിക്കുന്ന ഒരു കൂടാണ്. കുറച്ച് പേരെ കൂടെ നമ്മൾ ഇറക്കും ഇവരെ. പക്ഷേ അങ്ങനെ അഴിച്ചുവിടും. ഒരിടത്ത് തന്നെ ഇങ്ങനെ കൂട്ടിനകത്ത് ഇട്ടേക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ട് എന്താണെന്നറിയാമോ? അവർ ഭയങ്കരമായിട്ട് കാഷ്ടമിട്ട് ഭയങ്കരമായിട്ട് ശല്യം ചെയ്ത് അങ്ങ് നാറ്റിക്കുന്ന പരിപാടി ചെയ്യും. ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ടാക്കും. പിന്നെ കോഴിക്കാഷ്ടത്തിന് മണമില്ലാതിരിക്കാൻ നമുക്കില്ല ഫീഡപ്പ് കൊടുക്കാം കേട്ടോ. ഫീഡപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴിക്കാഷ്ടത്തിന് വലിയ മണമില്ല. ഞാൻ ഈ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരിങ്ങനെ അഴിഞ്ഞ് നടന്ന് ഇവിടെ ഇച്ചിരി കോഴിക്കാഷ്ടമായ ഞാൻ അതിൻ്റെയൊക്കെ മണ്ടക്കത്തോട് ഇച്ചിരി ചാരമൊക്കെ ഇട്ടിട്ട് അങ്ങ് പെതുക്കനെ കോരി നമ്മുടെ കൃഷിക്ക് വല്ലതും കൊണ്ടങ്ങ് ഇടും. അല്ലെങ്കിൽ ചാക്കിനകത്തോട്ട് നമ്മുടെ ഇവിടെ കോഴിക്കാഷ്ടം വാരി വെക്കുന്ന ചാക്കുണ്ട്, അതിനകത്തിലോട്ട് വാരി നിറയ്ക്കും. അതിൻ്റെ ഇടയ്ക്ക് വന്ന് പൊട്ടണീച്ച നല്ല ചാമ്പ് എന്തോ കുത്താതിരിക്കീച്ചേ അതും വരുന്നു. അത് ഈ നമ്മൾ വെളിയിൽ ഇറങ്ങി ഈ പശുക്കളെ കുത്തുന്നൊരു ഈച്ചയില്ലേ, അതിൻ്റെ കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു. അപ്പം സിമ്പിളായിട്ട് ചെറിയൊരു കൂട് നിർബന്ധിച്ചതിനെ പറ്റി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് എന്താ കൂട് നിർബന്ധിച്ചത് വിശദമായിട്ട് പറയാത്തല്ലേ കാണിക്കാത്തതെന്നൊന്നും എന്നോട് ആരും ചോദിക്കരുത്. അത് വേണ്ട, എന്തിനാ നമ്മൾ വലിച്ചു നീട്ടി കുറേ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നതിനേക്കാളും നല്ലത് സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് ഇത്രയും ചെയ്താൽ ഇങ്ങനെ നമ്മുടെ കോമ്പൗണ്ടിൽ കോഴികൾ കിടന്നോളും. ഈ പ്ലാസ്റ്റിക് ഈ നെറ്റ് നമ്മൾ കൂടിയ നെറ്റും കാര്യങ്ങളും മേടിക്കാൻ പോകരുത് കേട്ടോ. കൂടിയ നെറ്റും കാര്യങ്ങളും മേടിക്കാൻ പോയാൽ നമ്മളെ കൊണ്ട് താങ്ങൂല. നമുക്ക് ഈ കോഴിയെ വളർത്തിയാൽ എന്താ പറയുക കൊള്ളവും ഭയങ്കര ലക്ഷങ്ങൾ സമ്പാദിക്കാം, അല്ലെ അതൊന്നും നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ വീട്ടമ്മമാർക്ക് പറ്റുന്ന എന്താണ്, ഒന്ന് നമുക്കൊന്ന് എൻഗേജ്ഡ് ആയിട്ടിരിക്കാം. എന്താണ് ഇപ്പോൾ ഉച്ച സമയത്ത് ചെറുന്ന റിവർ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അതുപോലെ തന്നെ നമുക്ക് 10 മുട്ട കിട്ടും. അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യങ്ങളല്ലേ? ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുളിച്ചിട്ട് പോലില്ല, അത് ഫേസിൽ വരാതെ കുളിയൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ ഈ കുളിയൊക്കെ കഴിയുന്നതിന് മുമ്പേ ഞാൻ ഇവരുടെ മുമ്പിലൊന്ന് വന്നതാണ്, ഇവരുടെ അടുത്തൊന്ന് വന്നതാണ്. അപ്പോൾ അവിടുത്തെ നിങ്ങളെ കൂടെ കാണിക്കാം. ഞാൻ എന്തായാലും കൂടിൻ്റെയൊക്കെ പണി ചെയ്തല്ലോ, അപ്പോൾ അതൊന്ന് കാണിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, നെറ്റ് മേടിക്കുമ്പോൾ കമ്പീന നെറ്റ് മേടിക്കാൻ പോലെ പ്ലാസ്റ്റിക്കിൻ്റെ കിട്ടും. അത് മീറ്ററിന് 200 രൂപയേ ഉള്ളൂ. അത് ഹോൾസെയിലൊക്കെ പോയി എടുക്കുകയാണെങ്കിൽ ഇതിൽ വില കുറച്ച് കിട്ടും കേട്ടോ. ഞാനിവിടെ അടുത്തൊരു നമ്മളൊരു റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് എടുത്ത് അവരുണ്ട്, അതുകൊണ്ടാണ് അതിന് 200 രൂപ മേടിച്ചത്. അത് 200 ഇല്ല. അത് നമ്മൾ ഹോൾസെയിലായിട്ട് കുറച്ചേറെ നമുക്ക് ബൾക്കായിട്ട് കുറച്ചേറെ എടുക്കുകയാണെങ്കിൽ 200 നല്ല ക്വാളിറ്റിയുള്ള നെറ്റാണ് അത് കേട്ടോ. നെറ്റ് പറയാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഇത് കണ്ടോ, അടിപൊളി നെറ്റായിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് നല്ല ക്വാളിറ്റി. അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെയൊന്നും പോകത്തില്ല. ഇതിൻ്റെ അടിയിൽ ഇത്തിരി കോൺക്രീറ്റ് കൊടുക്കുക നമ്മൾ ഇടുവാണെങ്കിൽ നല്ല ബലമായിട്ടിരിക്കും. നിങ്ങൾ ഓർക്കും ഞാൻ എന്തെങ്കിലും ഭ്രാന്ത് പിടിച്ചിരിക്കുന്നുണ്ടല്ലോ, വീട്ടിൽ ഇരിക്കുന്ന വേഷമാണെന്നേ. കോഴിയുടെയോ ആടിൻ്റെയോ പശുവിൻ്റെയോ ഒക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പോരെ. അപ്പം ഞാനിങ്ങനെ ഇവർക്ക് നിങ്ങളെ ഈ കൂടിൻ്റെ വിശേഷങ്ങളൊന്ന് കാണിക്കാം എന്നൊക്കെ കരുതി വന്നതാണ്. അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. എന്താണെന്നറിയാമോ, ഇന്നത്തെ ദിവസം എൻ്റെ ചീരയിലൊന്നും ഒരില പോലും പോയിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ നോക്കുന്നത് എന്താ പറയുക, ഇവിടെ ഒരു കോഴി തൂങ്ങി നിൽപ്പുണ്ട്. ഇനി എൻ്റെ ടാർഗറ്റ് അതാണ്, അതിനെ പിടിച്ച് എങ്ങനെയും മരുന്ന് കൊടുക്കുക, അതിനെ ഒന്ന് നോക്കുക. ഇവിടെ ഇത് പറ്റുന്നില്ലെങ്കിൽ ഈ കൂട്ടത്തിൽ നിന്ന് പുള്ളിക്കാരത്തി ഒന്ന് മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ പനിയോ വല്ല ആണെങ്കിൽ മറ്റുള്ളവർക്കൂടെ സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് അതിനൊരു അവസരം കൊടുക്കാതെ നമുക്ക് പുള്ളിക്കാരത്തി ഒന്ന് മാറ്റി കൊടുക്കണം. അതൊക്കെയാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക്. ഇതുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ നമ്മൾ നിരീക്ഷിക്കണം. നമ്മുടെ കോഴികളെ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിങ്ങനെ ചുമ്മാ പോയി കോഴിക്കുട്ടി നിൽക്കുകയല്ല, നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കോഴികൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഇതിനെ പിടിച്ച് എന്തിനാണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? പനിയുണ്ട്. അതാണ്ടേ മുക്കിന്ന് വെള്ളം എടുക്കുന്നു, ഒരു കണ്ണടഞ്ഞിരിക്കുന്നുണ്ടോ? സുഖമില്ല, സിക്കാണ്. അപ്പോൾ 2 പേർക്കുണ്ട് സുഖമില്ലായ്മ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സുഖമില്ലാതെ നമ്മുടെ കോഴികൾക്ക് വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പെട്ടെന്ന് അതിനുള്ള മരുന്നും സൊല്യൂഷൻ ഈച്ചയിന്ന് ഞാൻ ഓടിക്കും. ഈച്ചപ്പോയിച്ചേ നമ്മളതിന് മരുന്നും കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് തന്നെ കൊടുക്കണം. മൂക്കി കൂടെ വെള്ളം എടുക്കുന്നുണ്ട്. അപ്പം ഈച്ചപ്പോ അപ്പം നമ്മൾ മരുന്ന് കൊടുക്കണം. അതിന് ഇപ്പം ഈ കണ്ണ് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ്ട് ഇതുപോലെ ഈ ഒരു കണ്ണടഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വന്നാൽ എന്ത് ചെയ്യണമെന്നറിയാവോ? പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മഞ്ഞളും അല്പം നിങ്ങൾക്ക് എന്നെ കാണാവോ? ഇച്ചിരി മഞ്ഞളും മുരിങ്ങയിലയും കൂടെ അരച്ച് അതിൻ്റെ നീരെടുത്ത് കണ്ണിൽ ഉറ്റിച്ച് കൊടുത്താൽ മതി. ഈ കണ്ണിന് ഇങ്ങനെ അസുഖം വരുമ്പം
കേട്ടോ. അതൊക്കെയാണ് ഇതിനൊക്കെ പറ്റുന്ന ചെറിയ ചെറിയ മരുന്നുകൾ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് ഞാൻ മരുന്നൊക്കെ കൊടുക്കട്ടെ. 2 പേരുണ്ട് തൂങ്ങി നിൽക്കുന്നത്, അവർക്ക് മരുന്നുകളൊക്കെ കൊടുക്കട്ടെ. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വീഡിയോ. അപ്പം നമ്മൾ സമയം കണ്ടെത്തി കുറച്ച് നേരം കൂടി ഇവരുടെ അടുത്ത് ഇങ്ങനെ സ്പെൻഡ് ചെയ്യണം കേട്ടോ. നമ്മളല്ലാതെ കോഴിയെ വളർത്തുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കോഴിയെ വളർത്തുന്നു മരുന്നൊന്നും അല്ല. കോഴിയെ കുറേ എണ്ണത്തിനെ വളർത്തുക, ആ കോഴിക്ക് എന്താ പറഞ്ഞേ, എനിക്ക് കോഴിയുണ്ട് ചത്തുപോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. മരുന്നും കാര്യങ്ങളൊക്കെ ഇവരെ ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും ഇവരെ നിരീക്ഷണത്തിലായിരിക്കണം. ഇവർ നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം. എപ്പോഴും ഒന്ന് ഫുൾ ടൈം ഒന്നും ഇവരുടെ അടുത്ത് വന്ന് നിൽക്കേണ്ടാന്നേ. ജസ്റ്റ് ഒരു അരമണിക്കൂർ നമ്മളൊന്ന് മെനക്കെടണം. ഇവർക്ക് തീറ്റ കൊടുത്തിട്ട് ഇവരാരെങ്കിലും തൂങ്ങി നിൽക്കുന്നുണ്ടോ എടുക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് മെനക്കെട്ടാൽ മതി. അപ്പം ഇതാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.